സേവാതീർത്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ കെട്ടിടത്തിന്റെ പേര് അനാച്ഛാദനം ചെയ്ത് നരേന്ദ്രമോദി. പുതിയ കെട്ടിട സമുച്ചയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൌൺസിൽ എന്നിവയും സേവാതീർത്തിൽ പ്രവർത്തിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ഈ 5 പതിറ്റാണ്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് സൗത്ത് ബ്ലോക്കിൽ നിന്നായിരുന്നു. ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. സേവാതീർത്ത് തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? നിലിമ, അശ്വതി, ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചിട്ടുള്ള നോർത്ത് സൗത്ത് ബ്ലോക്കുകളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ ഭാരതീയമായി നിർമ്മിച്ചിട്ടുള്ള ഇന്ന് പുതിയ കാലത്തിൽ ഭാരതം നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ പേര് തന്നെ സേവാതീർത്ത് എന്നുള്ളതാണ്. നാഗരികവും ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സേവാതീർത്ത് എന്ന് പേര് നൽകിക്കൊണ്ടാണ് ആ കെട്ടിടത്തിന്റെ പേരിന്റെ അനാച്ഛാദനം ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നിർവഹിച്ചത്. ഇപ്പോൾ ആ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ സേവാതീർത്ത് ഞാൻ രാജ്യത്ത് 140 കോടി ജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ശരിയാണ്, ഈ നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിനും പുരോഗതിക്കും വേണ്ടി നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള ഇടമാണ്, രാജ്യത്തിന്റെ പ്രൗഢിയുള്ള ഇടമാണ്. പക്ഷേ ആ കെട്ടിടങ്ങൾ ബ്രിട്ടീഷുകാർ അവരുടെ ശക്തി ഭാരതത്തിന് മേൽ കാണിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള എല്ലാ അവശേഷിപ്പുകളും അടയാളങ്ങളും, അടിമത്തത്തിന്റെ എല്ലാ അടയാളങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാകും വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര. ആ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സേവാതീർത്തിലേക്ക് എത്തുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറമേ സുരക്ഷാ കൗൺസിലിന്റെ ക്യാബിനറ്റ്, കൂടാതെ ക്യാബിനറ്റ് മന്ത്രാലയങ്ങൾ ഇവയെല്ലാം തന്നെ ഈ സേവാതീർത്തിലുണ്ടാകും. കൂടാതെ നിലവിൽ തയ്യാറായിട്ടുള്ള കർത്തവ്യ ഭവൻ 1, 2 ഈ 2 കെട്ടിടങ്ങളിലുമായി ധനമന്ത്രാലയം, പ്രതിരോധം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളെല്ലാം തന്നെ മാറും. ഡൽഹിക്ക് വിവിധ ഭാഗങ്ങളിലായുള്ള എല്ലാ മന്ത്രാലയങ്ങളും ക്രമേണ കർത്തവ്യ ഭവനുകളിലേക്ക് എത്തുമെന്ന പ്രഖ്യാപനം കൂടി ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. കൂടാതെ സേവാതീർത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചുമതലയേറ്റ ശേഷം, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം മാറിയതിനു ശേഷം പ്രധാനമന്ത്രി ആദ്യമായി തന്നെ ഒപ്പുവെച്ചിട്ടുള്ളത് ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഫയലുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് അപകടങ്ങളിൽ പെട്ടവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന PM രാഹത് പദ്ധതിയാണ്. കൂടാതെ ലക്ഷ്മിപതി ദീദി പദ്ധതിയുടെ പരിധി 6 കോടിയായി ഉയർത്തുന്ന ഫയലിൽ അദ്ദേഹം ഒപ്പുവെച്ചു. കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് 2 ലക്ഷം കോടി രൂപയായി ഉയർത്തുന്നു. അത്തരത്തിൽ കർഷകർക്കും വനിതകൾക്കും യുവാക്കൾക്കും എല്ലാം തന്നെ ഉപകാരപ്രദമാകുന്ന ഫയലുകളിലാണ് ഈ സേവാതീർത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഭരിക്കുന്നവർ സേവകരാകണം എന്നുള്ള സന്ദേശമാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ നമുക്ക് നൽകുന്നത്.